ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസ്സി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെ വേദിയുടെ മറ്റൊരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടക്കം തന്നെ കാണിക്കുന്നത് പരിക്കേറ്റ അണിയൻകുട്ടനെ കൊണ്ട് വേദയും വിക്രമും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം ഡോക്ടർ അണിയൻകുട്ടിയെ കണ്ടെന്ന് പറയാണ്, ഇതെന്തോ അടിപിടി കേസ് പോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരിക്കലും എനിക്കിവിടെ ഇയാളെ നോക്കാൻ പറ്റില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിക്കോളൂ എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് വിക്രം ദേഷ്യം വരുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഹോസ്പിറ്റൽ ഇങ്ങനെ രക്തം വരുന്ന ആളുകളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയുള്ളതല്ലേ, നിങ്ങൾ എന്തിനാ അവിടെ പോയി ഇവിടെ പോകുന്നൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാവുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വേദം ഒന്നും മിണ്ടാതിരിക്കും വിക്രം എന്ന് പറഞ്ഞിട്ട് വേദ ഡോക്ടറോട് പറയണം, ഒരു ഡോക്ടറിൻ്റെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് തനിക്ക് തൻ്റെ അടുത്തേക്ക് വരുന്ന രോഗികളെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. പിന്നീട് അടിപിടി കേസ് അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ നിയമമാണ് പാലിക്കേണ്ടത്. നിങ്ങൾ ആദ്യം ഇദ്ദേഹത്തെ നോക്കും, മറ്റ് എന്ത് കേസും കാര്യങ്ങളും വന്നാൽ എല്ലാം ഞങ്ങൾ ഇതിനെ നോക്കിക്കോളാം, നിങ്ങൾക്കതിൽ യാതൊരു പങ്കും ഉണ്ടാവില്ലെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു എന്നും വേദ പറയുന്നുണ്ട്. ശേഷം ഡോക്ടർ ശരി നോക്കാമെന്ന് പറഞ്ഞിട്ട് അണിയൻകുട്ടനെ നോക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ആകെ തകർന്ന അവസ്ഥയിലായിരിക്കുകയാണ് വിക്രമിനെ ആശ്വസിക്കാൻ എന്ന് വേണം വേദ വിക്രമിൻ്റെ തോളിൽ കൈവച്ചിട്ട് ഒന്നും ഉണ്ടാവില്ല എന്നൊരു ഭാവത്തിൽ വേദ വിക്രമിനോട് പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് സഞ്ജീവും അതുപോലെ തന്നെ ജോസഫും കൂടെ ഹോസ്പിറ്റലിൽ എത്താണ്. എന്താടാ പറ്റി, എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ വിക്രം ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ശരി നോക്കാം, കുഴപ്പമൊന്നും ഇല്ലടാ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഒരു നഴ്സും ഡോക്ടറും കൂടെ വരികയാണ്. ഡോക്ടർ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, നാളേക്ക് സർജറി വേണ്ടി വരും തോളിന്, അപ്പോൾ നാളെ അത് ഓർത്തഡോക്സ് വന്നിട്ടേ പറയാൻ പറ്റുള്ളൂ, ബ്ലഡ് വേണം, അപ്പോൾ അതും കൂടി നിങ്ങൾ അറേഞ്ച് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ശരി, ഏതായാലും ഞാൻ അതൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് സഞ്ജീവ് അവരുടെ കൂടെ നഴ്സ് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഈ ഒരു ടൈമിൽ ജോസഫിനോടായിട്ട് വിക്രം പറയാണ്, എൻ്റെ വണ്ടി ടൗണിലുണ്ട്, നീ എത്രയും പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് വന്നിട്ട് വേദയെ വീട്ടിൽ കൊണ്ടാക്കാൻ പറയാണ്. അപ്പോൾ വേദ വേണ്ട ഞാൻ നിന്നോളാം എന്ന് പറയുമ്പം വേണ്ട, ഇത്ര നേരമായില്ലേ, കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞിട്ട് വേദയെ വിട്ടാക്കുന്നുണ്ട്. വേദ മനസ്സോടുകൂടിയാണ് പോകുന്നത് വിക്രമിനെ നോക്കിയിട്ടും. ശേഷം അങ്ങനെ ജോസഫിൻ്റെ കൂടെ വീട്ടിൽ വന്ന് ഇറങ്ങുകയാണ് വേദ. നേരം പുലർച്ചെ ആയിരിക്കുകയാണ്. അപ്പോൾ ഏതോ ഒരു ആളുടെ കൂടെ, അതായത് വിക്രം അല്ലാത്ത മറ്റൊരാളുടെ കൂടെ ബൈക്കിൽ വന്ന് ഇറങ്ങുന്നത് കണ്ടപ്പോൾ സുധാകരന് ദേഷ്യം വരുന്നുണ്ട്. നീ എവിടെയായിരുന്നു, എവിടെ പോയതാണ് ഇത്ര നടത്തിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഇന്നലെ അണിയൻകുട്ടന് ബർത്ത്ഡേ ആയിരുന്നു, സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, ഞാൻ വിക്രമിൻ്റെ കൂടെ പോയത്, പക്ഷേ വിക്രമിന് ഇപ്പോൾ വരാൻ പറ്റില്ല, അണിയൻകുട്ടന് ചെറിയ എന്തോ വയ്യായേക്കാം, അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് ഞാൻ ജോസഫിനോട് വന്നതെന്ന് വേദ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ സുധാകർ മാഷി പറയണം, നീ ആരുടെ കൂടെ വേറൊരാളുടെ കൂടെ വന്നിറങ്ങുന്നതിലോ അല്ലെങ്കിൽ പോകുന്നതിലോ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, പക്ഷേ നാട്ടുകാരങ്ങനെയല്ല, പലതും പറയും. മാത്രമല്ല നീ വിക്രമിൻ്റെ കൂടെ പോയിട്ട് വേറൊരാളുടെ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും വേറെന്തോ ഒരു പണി, അതായത് വിക്രം എന്തെങ്കിലും ഒരു തരികയുടെ പണി ഒപ്പിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്, അത് നീ പറയാതെ എനിക്ക് മനസ്സിലാമെന്നും സുധാകരൻ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ശ്രീജ വന്നിട്ട് എന്താ സംഭവം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീജ നമ്മുടെ വേദ റൂമിലേക്ക് പോകുന്നുണ്ട്. വേദ വളരെയധികം സങ്കടപ്പെട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിലെ കാര്യങ്ങളും അണിയൻകുട്ടിന് പരിക്കേറ്റ കാര്യങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരും കാണിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ്. ഈ ഒരു ടൈമിൽ അണിയൻകുട്ടൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് അണിയൻകുട്ടനെ കാണാനായിട്ട് വരുന്നുണ്ട്. അണിയൻകുട്ടൻ്റെ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹം വളരെയധികം സങ്കടപ്പെടുന്നുണ്ട്. ശേഷം അദ്ദേഹം പറയണം, ഇതിനെല്ലാം കാരണം വിക്രമാണ്, നിൻ്റെ ഒരു ജീവിതം കാരണമാണ് നിൻ്റെ ചുറ്റുമുള്ളവർക്കും കൂടെ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ട് വളരെ വേദനിക്കുന്ന രീതിയിൽ വിക്രമിനോട് സംസാരിക്കുന്നുണ്ട്. അത് കേട്ട് വിക്രം വളരെ സങ്കടപ്പെടുന്നുണ്ട്. ശേഷം വിക്രം നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വിക്രം വീട്ടിലേക്ക് വന്ന് വേദ ചോദിക്കുന്നുണ്ട്, അണിയൻകുട്ടൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ വിക്രം അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പല ഭാഗങ്ങളിലും തിരച്ചിലാണ്. അങ്ങനെ അവനത് കണ്ടെത്തുകയാണ്, അവൻ്റെ കയ്യിലുള്ള ഖടാരയാണ് അത് കേട്ടോ. അപ്പോൾ വിക്രം ആ ഖടാര എടുത്തിട്ട് പോകുന്ന കണ്ടിട്ട് വേദ ആകെ ഷോക്കാവുകയാണ്. ഇനിയും മതിയാക്കിയില്ലേ നിങ്ങൾ കാരണമല്ലേ ഇങ്ങനെ ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, ഇനി നിങ്ങളിത് നിർത്തിക്കൂടിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും പറയാത്ത അണിയൻകുട്ടന് വേണ്ടി അണിയൻകുട്ടനെ ഇങ്ങനെ ചെയ്തത് തെറ്റല്ലേ, അപ്പോൾ അതിന് പകരം ചോദിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം. അതൊക്കെ നീതിയാണ് ചെയ്യേണ്ടത്, അതൊക്കെ പോലീസുകാർ നോക്കിക്കോളും, അതൊന്നും നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് വേദ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ എല്ലാം കേട്ടിട്ടും കണ്ടിട്ടും ഒതുങ്ങി കൂടുന്ന ഒരാളല്ല ഞാനെന്ന് പറയണം. ഞാൻ നിന്നോട് അന്നും ഇന്നും ഇതേ പറയുന്നുള്ളൂ, ചിലപ്പോൾ ഈ പോക്കിൽ ഞാൻ തന്നെ ചിലപ്പോൾ ഇല്ല എന്ന് വരാം, അതുകൊണ്ട് തന്നെയാണ് നിന്നോട് ഞാൻ ഇവിടെ നിന്ന് പോകാൻ പലതവണയായിട്ട് പറയുന്നത്, ഇനിയും വൈകിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വേദയോട് പറയുന്നുണ്ട്. അങ്ങനെ വിക്രം വളരെ സ്പീഡിൽ ബൈക്ക് എടുത്ത് പോകുന്നതായി കാണിക്കുന്നുണ്ട്. വേദയാണെങ്കിൽ വളരെയധികം സങ്കടപ്പെട്ടിട്ട്
ഇരിക്കുന്നുണ്ട്. അങ്ങനെ വേദ പെട്ടെന്ന് തന്നെ അച്ഛമ്മയ്ക്ക് ഫോൺ ചെയ്യണം. എനിക്ക് അച്ഛമ്മയെ നേരിട്ട് കാണണമെന്ന് പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്ന വിക്രം വന്നിട്ട് ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിലെത്തുകയാണ്. ശ്രീനിവാസൻ സാറോട് കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ ശ്രീനിവാസൻ സാർ പറയാണ്, അന്നേ അവനെ തീർക്കണമായിരുന്നു, ഇപ്പോൾ ഇത്രത്തോളം വളർത്തിയത് വളരെയധികം മോശമായി പോയി എന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം. ഒരു കാര്യം ചെയ്യും, നീ ആദ്യം അവൻ എവിടെയാണെന്ന് കണ്ടെത്ത, ബാക്കി കാര്യം ഞാൻ പറഞ്ഞിട്ട് ചെയ്യാമെന്ന് പറയണം. അങ്ങനെ വിക്രം പല ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ അഭിലാഷിനെയും സംഘത്തിനെയും തിരഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കൂടുതൽ എപ്പിസോഡിനായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.